ഹലോ സ്റ്റുഡൻസ്, നമ്മൾ സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. ഫസ്റ്റ് 2 ചാപ്റ്റർ ബോട്ടണി ചാപ്റ്റർ ആണ്. അതിലാണ് ഈ റീപ്രൊഡക്ഷന്റെ ഡെഫിനിഷൻ ഒക്കെ പറയുന്നത്. അപ്പൊ എന്താണ് റീപ്രൊഡക്ഷന്റെ ഡെഫിനിഷൻ? വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? So reproduction is simply the biological process in which organisms produce their offsprings. Organisms അവരുടെ നെക്സ്റ്റ് ജനറേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. നിങ്ങൾ ബോട്ടണിയിൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിലുള്ള ഭാഗത്ത് റീപ്രൊഡക്ഷന്റെ 2 ടൈപ്പുകൾ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഗ്യാമീറ്റ്സിന്റെ ഇൻവോൾവ്മെന്റോട് കൂടിയിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്തിട്ടാണ് ആ സൈഗോട്ട് ഡെവലപ്പ് ചെയ്താണ് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നെങ്കിൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. എന്നാൽ ഗ്യാമീറ്റ്സിന്റെ ഫ്യൂഷൻ ഇല്ലാതെ അമീബയിലെ ബൈനറി ഫിഷൻ, ഹൈഡ്രയിലെ ബഡ്ഡിംഗ്, പ്ലാന്റ്സിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അതിലൊന്നും ഗ്യാമിറ്റിക് ഫ്യൂഷന്റെ ആവശ്യമില്ല, സൈഗോട്ട് ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരം റീപ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ റീപ്രൊഡക്ഷൻ ഈസ് ദി ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ഓർഗാനിസം produce their young ones. If it involves fusion of male and female gamete, it is called sexual reproduction. Without involvement of gametic fusion ആണെങ്കിൽ അതെന്താണ്? asexual reproduction. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ ഉണ്ട്. സോ റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഇവന്റ് ഈസ് gametogenesis. So gametogenesis is nothing. It is the process of formation of gametes. Gametes ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് gametogenesis എന്ന് പറയും. ഓക്കെ, ഇപ്പൊ മെയിൽസിലാണെങ്കിൽ മെയിൽ ഗ്യാമീറ്റ്സിനെ വിളിക്കുന്ന പേര് സ്പോംസ് എന്നാണ്. ഫീമെയിൽസ് ആണെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റിനെ വിളിക്കുന്ന പേര് ഓവം എന്നാണ്, അല്ലെ? ഈ മെയിൽസിലെ സ്പോം ഉണ്ടാകുന്ന പ്രോസസ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്പെർമാറ്റോജെനസിസ് എന്ന് വിളിക്കും. ഫീമെയിൽസിലെ ഓവം ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് oogenesis എന്ന് വിളിക്കും. സോ ഇൻ മെയിൽസ് the process of formation of gametes, that is male gamete sperm, is called spermatogenesis. In female the gamete is ovum or egg എന്ന് വിളിക്കാറുണ്ട്, and the formation of ovum is called oogenesis. ഓക്കെ, മനസ്സിലാക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്യാമിറ്റോജെനസിസ് ആണ്. ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ് ആണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സ്പേം ഉണ്ടാകുന്ന പ്രോസസ് സ്പെർമാറ്റോജെനസിസ്. ഇറ്റ് ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി. ഓക്കെ, പ്യൂബർട്ടിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഡെത്ത് വരെ മരണം വരെ ഒരു മെയിൽ ഈസ് ക്യാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ഗാമീറ്റ്സ്. എന്നാൽ ഫീമെയിൽസില് oogenesis സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോണിക് സ്റ്റേജിലാണ് ആൻഡ് ഇറ്റ് സ്റ്റോപ്സ് അറൌണ്ട് 45 to 50 ഇയേഴ്സ്. അപ്പൊ ഫീമെയിൽസിലെ ഗ്യാമീറ്റ് ഫോർമേഷൻ എത്ര വയസ്സിൽ നിൽക്കും? 45-50 ഇയേഴ്സ് ആകുമ്പോൾ നിൽക്കും. സോ റീപ്രൊഡക്റ്റീവ് ഇവന്റ്സ്, ഓക്കെ, ഹ്യൂമൻ ഫീമെയിൽസിലെ റീപ്രൊഡക്ഷൻ ലിമിറ്റഡ് ആണ്. ഒരു സർട്ടൻ ഏജ് ആകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ മെയിൽസിന്റെ കേസിൽ അങ്ങനെയല്ല. ഈവൻ ഓൾഡ് മാൻ ആർ ഏബിൾ ടു റീപ്രൊഡ്യൂസ്. എക്സെപ്ഷണൽ കേസ് 2 ഇതിലുണ്ട് കേട്ടോ. ഇൻഫെർട്ടിലിറ്റി വരെ വരുന്നുണ്ടല്ലോ. അപ്പൊ എക്സെപ്ഷണൽ കേസ് ഷുവർ ആണ്. ജനറൽ സെൻസിൽ പറയുകയാണെങ്കിൽ മെയിൽസിലെ പ്യൂബർട്ടി മുതൽ ഡെത്ത് വരെ എന്തുണ്ട്? സ്പെർമാറ്റോജെനസിസ് പ്രോസസ് നടക്കും, റീപ്രൊഡക്ഷൻ പറ്റും. ഫീമെയിൽസിലാണെങ്കിൽ പ്യൂബർട്ടി മുതലാണ് ഓവത്തിന്റെ റിലീസ് നടക്കുന്നത്. അത് മുതൽ ഒരു സർട്ടൻ ഏജ് വരെ 45-50 ഇയേഴ്സ് വരെയാണ് ആ oogenesis നടക്കുന്നത്. അത്രയും ഓവയെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ലിമിറ്റഡ് ആണ് ഫീമെയിൽസിന്റെ കേസിൽ. ഒരു 50 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ഫീമെയിൽ റീപ്രൊഡക്ഷൻ ലൈഫ് എന്ത് ചെയ്യും? എൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ ഇവന്റ് കേട്ടോ. ഗ്യാമീറ്റോജെനസിസ് ആണെന്ന് ഒന്നാമത്തെ ഇവന്റ്. സ്പെർമാറ്റോജെനസിസ് ഇൻ മെയിൽ, oogenesis ഇൻ ഫീമെയിൽ.
രണ്ടാമത്തെ ഇവന്റിലേക്ക് വരാം. രണ്ടാമത്തെ ഇവന്റ് ആണ് ഇൻസെമിനേഷൻ എന്ന് വിളിക്കുക. സെക്കൻഡ് ഇവന്റ് ഈസ് കോൾഡ് ഇൻസെമിനേഷൻ. എല്ലാവർക്കും അറിയാം, ഹ്യൂമൻ ബീയിങ്സിന്റെ കേസിൽ കൺസീവ് ചെയ്യുന്നത്, പ്രഗ്നന്റ് ആകുന്ന ആരാണ്? ഫീമെയിൽ ആണ്. ഗ്യാമീറ്റിക് ഫ്യൂഷൻ നടക്കുന്നത് എവിടെയാണ്? ഫീമെയിലാണ്. അപ്പൊ മെയിലിന്റെ ഗ്യാമീറ്റിനെ, മെയിൽ ഗ്യാമീറ്റ് സ്പോംസിനെ ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റിലേക്ക്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെ? ദാറ്റ് പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗ്യാമീറ്റ് ഇൻടു ഫീമെയിൽ ജനൈറ്റൽ ട്രാക്ട് ഈസ് കോൾഡ് ഇൻസെമിനേഷൻ. അതാണ് രണ്ടാമത്തെ ഇവന്റ്. മെയിൽ ഫോം ചെയ്ത ഗ്യാമീറ്റിനെ കോപ്പുലേഷൻ സമയത്ത്, മേറ്റിംഗ് സമയത്ത് ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഇൻസെമിനേഷൻ എന്ന് വിളിക്കുക. ഇൻസെമിനേഷൻ. ഓക്കെ അല്ലേ? ദെൻ മൂന്നാമത്തെ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, മൂന്നാമത്തെ ഇവന്റ് ആണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ. പ്ലാന്റ്സിന്റെ കേസിൽ സിംഗമി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഫെർട്ടിലൈസേഷൻ ഇൻ ആനിമൽസ്. ഓക്കെ, ഇവിടെയാണ് ഇപ്പൊ മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എത്തി. ഫീമെയിൽ ഗ്യാമീറ്റും എവിടെയുണ്ട്? ആ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലുണ്ട്. ഇത് മെയിൽ ഗ്യാമീറ്റ് സ്പേം ആണ്, ഇത് ഫീമെയിൽ ഗ്യാമീറ്റ് ഓം ആണ്. രണ്ടും തമ്മിൽ ഫ്യൂസ് ചെയ്ത് സ്പേം ഹാപ്ലോയിഡ്, ഓവം ഹാപ്ലോയിഡ്, രണ്ടും കൂടി ചേർന്ന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള എന്തായിട്ട് മാറുന്നു? സൈഗോട്ടായിട്ട് മാറുന്നു. And this process of fusion of male and female gamete to form zygote is called fertilization. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്തൊരു ഇവന്റ് ആയിട്ട് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ ആണ്. മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? സൈഗോട്ട് ഉണ്ടാകുന്നു. ആ കൂടിച്ചേരൽ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് മൂന്നാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവന്റ് എന്ന് പറയുന്നത്. നാലാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവന്റ് ആണ് സൈഗോട്ട് ഫോം ചെയ്തു. ഒറ്റ സെല്ലാണ്, സിംഗിൾ സെല്ലാണ് സൈഗോട്ട്. ഇനി ഒരു കാര്യം ചോദിക്കാണ്, ഈ ഒരൊറ്റ സിംഗിൾ സെല്ലിന്ന് എങ്ങനെയാണ് ഇത്രയും ട്രില്യൺസ്, മില്യൺ സെൽസ് ഉള്ള ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് വരുന്നത്? എന്ത് വഴിയാ? ഡിവിഷൻ വഴിയാണ്, മൈറ്റോസിസ് വഴിയാണ്. അപ്പൊ അടുത്തതായിട്ട് സൈഗോട്ടിന്റെ ഡെവലപ്മെന്റ് ആണ്. സൈഗോട്ട് 2 സെല്ലാകും. സൈഗോട്ട് പിന്നീട് 4 സെല്ലായിട്ട് മാറും, 8 ആയിട്ട് മാറും, 16 ആയിട്ട് മാറും. പ്രത്യേക അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കും. അപ്പൊ അടുത്തൊരു ഇവന്റ് ആയിട്ട് നമുക്ക് പറയാം, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കുന്ന എന്താണ്? സൈഗോട്ടിക് ഡെവലപ്മെന്റ് ആണ്. സൈഗോട്ടിക് ഡെവലപ്മെന്റ് നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. സൈഗോട്ടിന്റെ മൈറ്റോട്ടിക് ഡിവിഷനിലൂടെ 1 2 ആകും, 2 4 ആകും, 4 8 ആകും, 32 16 32 അങ്ങനെ ഇയാളുടെ ഈ എൻറ്റയർ ഓർഗാനിസം ഹ്യൂമൻ ബീയിങ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നു. ഓക്കെ, അടുത്തൊരു ഇവന്റ് ആണ്, ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാം, കുഞ്ഞ് വളരുന്ന ആ ഒരു റീജിയൻ, ഒരു ഫീമെയിലിൽ കുഞ്ഞ് വളരുന്ന റീജിയൻ ഗർഭപാത്രമാണ്, യൂട്രസ് ആണ്. ഇതാണ് യൂട്രസ്, ഗർഭപാത്രം. ഓക്കെ, യൂട്രസ് സ്ട്രക്ചർ പഠിക്കാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഇവന്റ്സ് മാത്രം പറയുന്നു. ഇത് യൂട്രസിന്റെ ഇന്നർ വാളാണ്. ഇപ്പൊ സൈഗോട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കുറച്ച് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചൊരു 32 64 സ്റ്റേജിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ബ്ലാസ്റ്റോസിസ് സ്റ്റേജിൽ എത്തിയാല് അത് ഇന്നർ വാളിന്റെ അകത്ത് എന്ത് ചെയ്യും? ഇതേപോലെ എംബഡഡ് ചെയ്യും. ബ്ലാസ്റ്റോസിസ് സ്റ്റേജില് സൈഗോട്ട് ആ യൂട്രസിന്റെ ഇന്നർ വാളിൽ എന്ത് ചെയ്യും? എംബഡഡ് ചെയ്യും. അതിനു ചുറ്റും കുറച്ച് ടിഷ്യൂസ് ഒക്കെ ഫോം ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, 5ാമത്തെ ഇവന്റ് ആണ്, ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഇംപ്ലാന്റേഷൻ. ആ എംബ്രിയോ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറും. ആ എംബ്രിയോ ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് പഠിക്കാനുണ്ട്. ബ്ലാസ്റ്റോസിസ് സ്റ്റേജില് ആ യൂട്രസിന്റെ വാളിൽ എന്ത് ചെയ്യും? അങ്ങോട്ട് എംബഡഡ് ചെയ്യും, അങ്ങോട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, അതാണ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. വെറും ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവില്ല. അതിനുശേഷം ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറി ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറി ഈ എൻഡോമെട്രിയത്തിൽ അങ്ങോട്ട് എംബഡഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പ്രഗ്നൻസി എന്ന് പറയുള്ളൂ. ആൻഡ് ദാറ്റ് പ്രോസസ് ഓഫ് എംബഡഡിങ് ഓഫ്
fetus അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ് in the endometrium in the inner wall of uterus is called implantation. ഓക്കെ, ഇനി അടുത്തൊരു ഇവന്റ് ആണ് ഈ ഫീറ്റസിന് എവിടെ വളരും? ഈ യൂട്രസിൽ എന്ത് ചെയ്യാണ്? വളരെയാണ്. ഓക്കെ, യൂട്രസിൽ എന്ത് ചെയ്യാണ്? വളരെയാണ്. ഈ ഗർഭപാത്രത്തിൽ എന്ത് ചെയ്യാണ്? കൈകാലുകളും ഹാർട്ടൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങുകയാണ്. ആൻഡ് ദാറ്റ് ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ്, the growth of fetus within the uterus is called gestation എന്ന് വിളിക്കുക. gestation എന്ന് വിളിക്കുക. അതിനാവശ്യമായ ടൈമിനെ വിളിക്കുന്ന പേരാണ് gestation period എന്ന് വിളിക്കും. in human the gestation period is 9 months and 10 days. approximately നമ്മൾ എന്ത് പറയാറുണ്ട്? 10 months എന്ന് പറയാറുണ്ട്. 10 മാസത്തിന്റെ കണക്ക് പറയാറില്ലേ? ആ 10 മാസം. ഓക്കെ, ജസ്റ്റേഷൻ എന്നാ പറയാ. അതായത് ആ യൂട്രസിലെ കുഞ്ഞു വളരുന്ന ഗ്രോത്ത്, ആ ഡെവലപ്മെന്റ് ഓഫ് ഫീറ്റസ് വിത്തിൻ ദി യൂട്രസ് ഈസ് കോൾഡ് ജസ്റ്റേഷൻ. ദ ടൈം റിക്വയർഡ് ഫോർ ജസ്റ്റേഷൻ ഈസ് കോൾഡ് ജസ്റ്റേഷൻ പീരിയഡ്. ഇറ്റ് ഈസ് അബൌട്ട് 9 months and 10 days. അപ്രോക്സിമേറ്റ്ലി നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ 10 months എന്നൊക്കെ കോമൺ ആയിട്ട് പറയാറുണ്ട്. അങ്ങനെ അടുത്ത സ്റ്റെപ്പാണ് അങ്ങനെ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള 7ാമത്തെ സ്റ്റെപ്പ് കേട്ടോ. ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള, അതായത് 9 മാസം ജസ്റ്റേഷൻ പീരീഡ് മുഴുവൻ കഴിഞ്ഞ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടുള്ള ആ ഒരു സ്റ്റേജ്. ഓക്കെ, ആ ഒരു സ്റ്റേജില് യൂട്രസിൽ നിന്ന് കുഞ്ഞെന്ത് ചെയ്യും? പുറത്തേക്ക് വരും. നമ്മൾ സാധാരണയായിട്ട് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഡെലിവറി എന്ന് വിളിക്കും അല്ലെ. അതിനെ സയന്റിഫിക് ആയിട്ട് വിളിക്കുന്ന പേരാണ് പാർച്ചുറേഷൻ എന്ന് വിളിക്കുക. പാർച്ചുറേഷൻ. അതിനുശേഷം മിൽക്ക് ഫോം ചെയ്യുന്നുണ്ട്. ലേറ്റർ സെല്ലിൽ മിൽക്ക് ഫോം ചെയ്യുന്നുണ്ട്. കുഞ്ഞിനെ മിൽക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ആർ കോൾഡ് ലാക്ടേഷൻ എന്ന് വിളിക്കും. അപ്പൊ ഇത്രയുമാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ വരുന്ന ഇവന്റ്സ്. ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കും. ഫസ്റ്റത്തത് ഗ്യാമീറ്റോജെനസിസ്, പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. മെയിൽസ് ആണെങ്കിൽ സ്പെർമാറ്റോജെനസിസ്, ഫീമെയിൽസ് ആണെങ്കിൽ ഓവം, oogenesis. വ്യത്യാസം മനസ്സിലാക്കുക. ഹ്യൂമൻ മെയിൽസിന്റെ കേസിൽ സ്പെർമാറ്റോജെനസിസ് കണ്ടിന്യൂസ് അപ് ടു ഈവൻ ഡെത്ത് വരെ ഈ ഒരു പ്രോസസ് നടക്കും. റീപ്രൊഡക്റ്റീവ് ലൈഫ് ഇൻ ഹ്യൂമൻ മെയിൽ ഈസ് അൺലിമിറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. ജനറലി പറയാം, വ്യത്യാസങ്ങളുണ്ട്. ഫീമെയിൽസിന്റെ കേസില് ഓവം പ്യൂബർട്ടി മുതൽ അറൌണ്ട് 45 ഇയേഴ്സ് വരെയുള്ളൂ ഓവത്തിന്റെ റിലീസ് നടക്കുക, ഓവുലേഷൻ നടക്കുക. അപ്പൊ 55 ഇയേഴ്സ് വരെയൊക്കെയുള്ളൂ ഫീമെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് ലൈഫ് ഉള്ളൂ. രണ്ടാമത്തെ ഗ്യാമീറ്റുകൾ കൂടിച്ചേരുന്ന പ്രോസസ് അതിനു മുമ്പ് മെയിൽ ഗ്യാമീറ്റിനെ ഫീമെയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ് ഇൻസെമിനേഷൻ. ദെൻ മെയിലും ഫീമെയിലും ഗ്യാമീറ്റ് കൂടിച്ചേരുന്ന പ്രോസസ് ഫെർട്ടിലൈസേഷൻ. ദെൻ സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആയിട്ട് മാറുന്നു. അങ്ങനെ ബ്ലാസ്റ്റോസിസ് സ്റ്റേജിൽ യൂട്രസിൽ അറ്റാച്ച് ചെയ്യുന്നു. അതാണ് ഇംപ്ലാന്റേഷൻ. യൂട്രസിൽ എംബ്രിയോ വളരുന്നു. അതാണ് ജസ്റ്റേഷൻ പീരിയോഡ്. അതിനുള്ള ടൈമാണ് ജസ്റ്റേഷൻ പീരിയോഡ്. ദെൻ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസ് പുറത്തേക്ക് വരും, പാർച്ചുറേഷൻ. കുഞ്ഞിന് പാല് കൊടുക്കുന്നു, ലാക്ടേഷൻ. ഇതാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡറിൽ പഠിച്ചു വെക്കുക. മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഇവന്റ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി റീപ്രൊഡക്ഷനുള്ള സിസ്റ്റം. നമ്മുടെ ബോഡിയിലെ ഓരോ ഫിസിയോളജിക്കൽ പ്രോസസിനും ഓരോ സിസ്റ്റം ഉണ്ടല്ലോ. ഡൈജഷന് വേണ്ടി ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേഷന് വേണ്ടി റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേഷന് വേണ്ടി സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, അങ്ങനെ പല സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് പ്രോസസ്സിന് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ആ ഓർഗൻസിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഹ്യൂമൻസിന്റെ കേസിൽ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോ 2 സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിക്കാനുണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ശ്രദ്ധിക്കുക. ഏത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിലും, ഏത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ഏത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിലും, ഇനി പഠിക്കാനുള്ളൊരു എളുപ്പവഴിയാ പറയുന്നത് കേട്ടോ. ഓക്കെ, ഏത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിലും ഒരു പ്രൈമറി സെക്സ് ഓർഗൻ അല്ലെങ്കിൽ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാകും.
ഇപ്പൊ മെയിൽസിന്റെ കേസിലാണെങ്കിൽ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്, ഒരു പെയർ ടെസ്റ്റിസ് ആണ്. ഫീമെയിൽസിന്റെ കേസിലാണെങ്കിൽ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഒരു പെയർ ഓവറി ആണ്. അപ്പൊ എന്ത് ഈ പ്രൈമറി എന്ന് പറയാൻ കാരണം? പ്രൈമറി എന്ന് പറയാൻ കാരണം മറ്റൊന്നുമില്ല, ഈ ഓർഗനിൽ വെച്ചിട്ടാണ് ഗ്യാമീറ്റോജെനസിസ് നടക്കുന്നത്. ഇപ്പൊ മെയിൽസിന്റെ കേസില് സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത് എവിടെയായിരിക്കും? ടെസ്റ്റിസിലായിരിക്കും. ഫീമെയിൽസിന്റെ കേസില് oogenesis നടക്കുന്ന എവിടെയായിരിക്കും? ഓവറിയിലായിരിക്കും. മാത്രമല്ല ഫീമെയിൽ മെയിൽ സെക്സ് ഹോർമോൺസ് പ്രൊജസ്റ്റിറോൺ, ഈസ്ട്രോജൻ, ടെസ്റ്റോസ്റ്റിറോൺ കേട്ടിട്ടുണ്ടാവില്ലേ കഴിഞ്ഞ വർഷം? അത്തരത്തില് ഹോർമോൺസ്, സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആര് തന്നെയായിരിക്കും? ഒരു പ്രൈമറി സെക്സ് ഓർഗൻ ആയിരിക്കും. മെയിൽസിന്റെ കേസിൽ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് ആണ്. ഫീമെയിൽസിന്റെ കേസിൽ ഓവറിയിൽ നിന്നാണ് പ്രൊജസ്റ്റിറോണും ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഗ്യാമീറ്റോജെനസിസ് നടക്കുന്ന സെക്സ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്തരം ഓർഗൻസിനെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പ്രൈമറി സെക്സ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. മെയിലാണെങ്കിൽ പ്രൈമറി സെക്സ് ഓർഗൻ ടെസ്റ്റിസ് ആണ്, ഫീമെയിലാണെങ്കിൽ പ്രൈമറി സെക്സ് ഓർഗൻ ഓവറി ആണ്. oogenesis നടക്കുന്ന സ്ഥലമാണ് ഫീമെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഓവറി. മെയിലിൽ സ്പെർമാറ്റോജെനസിസ് നടക്കുന്ന സ്ഥലമാണ് ടെസ്റ്റിസ്. അതേപോലെ മെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഏത്? ടെസ്റ്റിസ്. ദെൻ ഈ പ്രൈമറി സെക്സ് ഓർഗനെ കൂടാതെ ഇവിടെ കുറച്ച് പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട് മറ്റു അനുബന്ധ ഓർഗൻസും കൂടി ഉണ്ട്. സെക്കൻഡറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആക്സസറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് പറയാം. ആക്സസറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, സെക്കൻഡറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അങ്ങനെ പലതും പറയാം, അല്ലെങ്കിൽ ആക്സറി സെക്സ് ഓർഗൻസ് എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ട് 2-3 തരക്കാരാണുള്ളത്. മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിലൊന്ന്, ഇവിടെ സ്പോം ഉണ്ടായി, ഈ സ്പോമിന് എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചെയ്യണം, അതിന് ട്യൂബ് സിസ്റ്റം വേണം. അതേപോലെ ഓവം ഉണ്ടായി, ആ ഓവത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ എംബ്രിയോനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, എംബ്രിയോൻ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അതിനൊക്കെ വേണ്ടിയുള്ള സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ആക്സസറി റീപ്രൊഡക്റ്റീവ് ഡെക്സ് എന്ന് വിളിക്കും. ആക്സസറി റീപ്രൊഡക്റ്റീവ് ഡെക്സ്, ആക്സസറി റീപ്രൊഡക്റ്റീവ് ഡെക്സ്. ആക്സസറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്, സെക്കൻഡറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഇനി റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെക്രീഷൻസ് ആവശ്യമുണ്ട്. ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണെങ്കിൽ സ്പോംസിനെ നൊറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോംസിന് വേണ്ട നൊറിഷ്മെന്റ്, പ്രൊട്ടക്ഷൻസ്, എൻസൈംസ് ഒക്കെ അടങ്ങുന്ന സെക്രീഷൻസ് ആവശ്യമുണ്ട്. ലൂബ്രിക്കൻസിനെ സെക്രീറ്റ് ചെയ്യാൻ ആവശ്യമുണ്ട്. അതുപോലെ ഫീമെയിൽസിലാണെങ്കിലും ലൂബ്രിക്കൻസിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ സെക്രീഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻസ് എന്ന് പറയും. ഇനി കോപ്പുലേറ്ററി ഓർഗൻ, മെയ്റ്റിംഗ് ഓർഗൻസും ഉണ്ട്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ്, പുറത്തേക്ക് റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ പുറത്തേക്ക് കാണപ്പെടുന്ന ഭാഗം എക്സ്റ്റേണൽ ജെനിറ്റാലിയ. കോപ്പുലേറ്ററി ഓർഗൻസ് ആണ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ്. ഒരു പ്രൈമറി സെക്സ് ഓർഗൻ ഉണ്ടാകും, ആക്സസറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടാകും. പ്രൈമറി സെക്സ് ഓർഗനിലാണ് ഗ്യാമീറ്റോജെനസിസ്, സെക്സ് ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കുന്നത്. അത് മെയിലും ഫീമെയിലും ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആക്സറി ഡെക്സുകൾ ഉണ്ട്. മെയിൽസിലും ഫീമെയിൽസിലും ആക്സറി ഡെക്സുകൾ ഉണ്ട്. ദെൻ പലതരത്തിലുള്ള സെക്രീഷൻസ്, ലൂബ്രിക്കൻസ്, നൊറിഷ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്. ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻസ് എന്ന് വിളിക്കും. ദെൻ കോപ്പുലേറ്ററി ഓർഗനായിട്ട് എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ബോത്ത് മെയിൽസിലും ഉണ്ട് എക്സ്റ്റേണൽ ജെനിറ്റാലിയ, ഫീമെയിൽസിലും ഉണ്ട് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അപ്പൊ ഇത്രയാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും. മെയിൽ ഗ്യാമീറ്റ്, ഫീമെയിൽ ഗ്യാമീറ്റ്. ഫീമെയിൽസിൽ കുറച്ചധികം പഠിക്കാനുണ്ട്. മെൻസ്ട്രുവൽ സൈക്കിൾ, മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഫെർട്ടിലൈസേഷൻ പഠിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നൊരു ചെറിയ ചാപ്റ്റർ ആണ് എങ്കിൽ പോലും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള, ഒരുപാട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധാരണകളും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാം? മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറിക്കിട്ടും. നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്തൊരു ടോപ്പിക്കാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഹ്യൂമൻ ബീങ്സിന്റെ കേസിൽ മെയിലും ഫീമെയിൽസും സെപ്പറേറ്റ് ആണ്. മെയിലിന് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഫീമെയിലിന് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. അതിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അപ്പൊ ഏത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെങ്കിലും അതിൽ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടാകും, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ആക്സസറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഉണ്ടാകും. ഇപ്പൊ ഹ്യൂമൻ മെയിൽസിന്റെ കേസിൽ പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് ഈസ് ദി പ്രൈമറി റീപ്രൊഡക്റ്റീവ് ഓർഗൻ, പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഹ്യൂമൻസ്. And there are a pair of testes. സിംഗിൾ അല്ല, ഒരു പെയർ ടെസ്റ്റിസ് ഉണ്ട്. ഓവൽ ഷേപ്പിൽ കാണപ്പെടുന്ന ടെസ്റ്റിസ് ആണ്. ഓവൽ ഷേപ്പ് ആണ് ടെസ്റ്റിസിൻ്റെത്. അതിന്റെ ലെങ്ത് പറയുന്നത് 4 to 5 സെന്റിമീറ്റർ ആണ്. വെടുത്ത് പറയുന്നത് 2 to 3 സെന്റിമീറ്റർ ആണ്. ആൻഡ് തിക്നെസ് ഈസ് അറൌണ്ട് 1 സെന്റിമീറ്റർ. സോ മെയിൽ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആരാണ്? ടെസ്റ്റിസ് ആണ്. And there are a pair of oval shaped testes in which the length is normally length 4 to 5 centimeter, width 2 to 3 centimeter and thickness 1 centimeter. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ടെസ്റ്റിസ്. ഓക്കെ, ഓവൽ ഷേപ്പുള്ള ടെസ്റ്റിസ് ആണ്. ഓവൽ ഷേപ്പുള്ള ടെസ്റ്റിസ് ആണ്. ഒരു പെയർ ഉണ്ട്, 2 ഉണ്ട് കേട്ടോ, ഞാൻ ഒന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതിന്റെ ലെങ്ത് പറയുന്നത് എത്രയാണ്? 4 to 5 സെന്റിമീറ്റർ ആണ്. ഈ ഒരു വെടുത്ത് പറയുന്നത് 2 to 3 സെന്റിമീറ്റർ ആണ്. ദെൻ തിക്നെസ് അറൌണ്ട് 1 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഈ ടെസ്റ്റിസിന്റെ ലൊക്കേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ലൊക്കേഷൻ ഓഫ് ടെസ്റ്റിസ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ലൊക്കേഷൻ നോക്കാന്നുണ്ടെങ്കിൽ അത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലല്ല കാണപ്പെടുന്നത്. അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്ത് ഒരു മസ്കുലാർ പൗച്ചില് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിലാണ് കാണപ്പെടുന്നത്. ആ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം എന്ന് വിളിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക, testis is located outside the abdominal cavity within a muscular pouch called scrotum. ഇതാണ് ടെസ്റ്റിസ്. ഒരു പേർ ടെസ്റ്റിസ്. ഇത് അബ്ഡോമിനൽ ക്യാവിറ്റി ആണ്. ഈ അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്താണ് ഒരു സ്ക്രോട്ടം എന്ന് പറയുന്ന മസ്കുലാർ സാക്കിലാണ് ആര് കാണപ്പെടുന്നത്? ടെസ്റ്റിസ് കാണപ്പെടുന്നത്. ഒരു പേർ ടെസ്റ്റിസ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത് എംബ്രിയോണിക് സ്റ്റേജില്, ഫീറ്റൽ സ്റ്റേജില് ഇത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലായിരിക്കും. അത് പിന്നീട് എവിടേക്ക് ഡിസെൻഡ് ചെയ്യുന്നത്? ഈ സ്ക്രോട്ടം എന്ന് പറയുന്ന മസ്കുലാർ ബൗച്ചിലേക്ക് ഡിസെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് ഒരു കനാൽ ഉണ്ട്. ആ കനാലിനെ വിളിക്കുന്ന പേരാണ് ഇൻക്യുനൽ കനാൽ എന്ന് വിളിക്കുക. ഇൻക്യുനൽ കനാൽ. ആ ഇൻക്യുനൽ കനാലിലൂടെയാണ് അത് എവിടേക്ക് ഡിസെൻഡ് ചെയ്യുന്നത്? സ്ക്രോട്ടത്തിലേക്ക് ഡിസെൻഡ് ചെയ്യുന്നത്. അഡൾട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡൾട്ടില് സ്ക്രോട്ടത്തിന്റെ അകത്തായിരിക്കും ആര് കാണപ്പെടുന്നത്? ടെസ്റ്റിസ് കാണപ്പെടുന്നു. അപ്പൊ ഒരു ചോദ്യം, അപ്പൊ ഇത്രയും ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ ഫീമെയിൽസിലൊക്കെ ആണെങ്കിലും ആ പ്രൈമറി സെക്സ് ഓർഗൻസ് കാണപ്പെടുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ്, പെൽവിക് റീജിയനിലാണ്. അപ്പൊ എന്തുകൊണ്ട് മെയിൽ സെക്സ് ഓർഗനെ, ടെസ്റ്റിസിനെ അബ്ഡോമിന് പുറത്ത് സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു സാക്കിലൈ സ്ട്രക്ചറിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു? അതിന്റെ ആവശ്യം എന്താണ്? ഒരു കാര്യം മനസ്സിലാക്കുക, പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഗാമറ്റോജെനസിസ്, മെയിൽസിനാണെങ്കിൽ സ്പെർമാറ്റോജെനസിസ്. ഹോർമോൺ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് എവിടെയായിരിക്കും? ടെസ്റ്റിസിലായിരിക്കും. പ്രൈമറി സെക്സ് ഓർഗന്റെ ഫംഗ്ഷൻ അതാണല്ലോ. ഓക്കെ, അപ്പോ ഈ ഗാമറ്റോജെനസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റിസില് സ്പോംസ് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എത്ര വേണമെന്ന് അറിയോ? 34.5 35 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ സ്പെർമാറ്റോജെനസിന് ആവശ്യമുള്ള ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എത്രയാ? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി ആണല്ലേ. ആ ടെമ്പറേച്ചറിലല്ല സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത്. സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത് ബോഡി ടെമ്പറേച്ചറിനേക്കാൾ 2-2.5 ഡിഗ്രി കുറവുള്ള ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. ആ കുറവ് ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? സ്ക്രോട്ടമാണ്. സ്ക്രോട്ടം എന്ന് പറയുന്ന ഡാർക്ക് കളറുള്ള മസ്കുലാർ പൗച്ചിന്റെ ഒരു പ്രത്യേകതയാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ലോ ടെമ്പറേച്ചർ. എത്ര ലോ? 2-2.5 ഡിഗ്രി ലോ ടെമ്പറേച്ചർ ദാൻ ദാറ്റ് ഓഫ് ബോഡി ടെമ്പറേച്ചർ, ആൻഡ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ഫംഗ്ഷനിങ് ഓഫ് ടെസ്റ്റിസ്. അപ്പൊ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് 37 കിട്ടുക. സ്പെർമാറ്റോജെനസിസ് കുറയും, റേറ്റ് കുറയും, സ്പെർമിന്റെ എണ്ണം കുറയും. ഓക്കെ, അപ്പോ സ്പെർമാറ്റോജെനസിസ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്, എഫിഷ്യന്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലോ ടെമ്പറേച്ചർ വേണം. അപ്പൊ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്ന് ഇൻക്യുനൽ കനാൽ വഴി എവിടെയായിരിക്കും?
ടെസ്റ്റിസ് സ്ക്രോട്ടത്തിനകത്തായിരിക്കും ആര് കാണപ്പെടുന്നത്? ടെസ്റ്റിസ് കാണപ്പെടുന്നത്. ആൻഡ് ദി സ്ക്രോട്ടം മെയിൻറ്റെയിൻസ് ലോ ടെമ്പറേച്ചർ ഫോർ സ്പെർമാറ്റോജെനിസിസ്. ആൻഡ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ കനാലിന്റെ പേര് മറക്കുക. അബ്ഡോമിനൽ ക്യാവിറ്റിയും സ്ക്രോട്ടം തമ്മിലുള്ള കനാലാണ് ഇഗ്വിനൽ കനാൽ. സ്ക്രോട്ടത്തിന്റെ ഫംഗ്ഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്താ ഫംഗ്ഷൻ? ഇറ്റ് പ്രൊവൈഡ്സ് ലോ ടെമ്പറേച്ചർ. എത്ര ലോ? 2.5 degree low temperature that is essential for spermatogenesis. ഓക്കെ, അപ്പൊ നമ്മൾ ടെസ്റ്റിസിലേക്ക് തന്നെ വരാം. ലൊക്കേഷൻ മനസ്സിലായി, ഷേപ്പ് മനസ്സിലായി, എത്ര എണ്ണം മനസ്സിലായി, ഡയമെൻഷൻസും ക്ലിയർ ആയി. ഇനി അതിന്റെ ഉള്ളിലെ ഫീച്ചേഴ്സിലേക്ക് വരാം. ഓരോ ടെസ്റ്റിസിനെയും ശ്രദ്ധിക്കുക, ഓരോ ടെസ്റ്റിസിനെയും ഇതേപോലെ കമ്പാർട്ട്മെന്റ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ compartments ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Each testis is divided into compartments. ഒരു ടെസ്റ്റിസിനെ ഏകദേശം 250ഓളം കമ്പാർട്ട്മെന്റ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈച്ച് ടെസ്റ്റിസ് is divided into 250 compartments and each compartment is called testicular lobules എന്ന് വിളിക്കുക. And each testis has 250 such compartments, testicular lobules. And each testicular lobules contain ഇതേപോലെ കോയിൽഡ് ആയിട്ടുള്ള, ഓരോ ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസിലും ഇതേപോലെ കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾസ് ഉണ്ട്, ട്യൂബ്സ് ഉണ്ട്. ഓക്കെ, എല്ലായിടത്തിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ടെസ്റ്റിക്കുലർ ലൊബ്യൂളില് അറൌണ്ട് 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾസ് ഉണ്ട്. ദാറ്റ് ഹൈലി കോയിൽഡ് ട്യൂബ്യൂൾസ് ആർ കോൾഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് വിളിക്കുക. 1 to 3 ഒരു ടെസ്റ്റിക്കുലർ ലൊബ്യൂളില് 1 മുതൽ 3 വരെ, അങ്ങനെ 250 ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസിലും ഇതേപോലെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഇത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഈസ് ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ടെസ്റ്റിസ്. നമ്മൾ കിഡ്നി പഠിക്കുമ്പോൾ നെഫ്രോൺ ഈസ് ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പഠിക്കാറില്ലേ? അതേപോലെ ടെസ്റ്റിസിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് ഈ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഓക്കെ, ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇങ്ങനെ മുറിച്ചു വെച്ച ഈ ഒരു ഭാഗം ഞാൻ കാണിക്കുന്നു കേട്ടോ. ഓക്കെ, സെമിനിഫറസ് ട്യൂബ്യൂൾസ് 1, സെമിനിഫറസ് ട്യൂബ്യൂൾസ് 3, സെമിനിഫറസ് ട്യൂബ്യൂൾസ് അതിന്റെ ക്രോസ് സെക്ഷൻ ആട്ടോ, ക്രോസ് സെക്ഷൻ ആണ്, CS ആണ്. ഓക്കെ, ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇടയിൽ സ്പേസ് ഉണ്ട് അല്ലെ? ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാ വിളിക്കുന്നത്. വിളിക്കുക ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ദെൻ ഇത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്. ഈ ബ്ലൂ കളർ കാണുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ അകത്ത് 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഇന്നർ ലൈനിങ് ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് കണ്ടെയ്ൻസ് 2 type of cells. 2 തരത്തിലുള്ള സെൽസ് ഉണ്ട്. അതില് ഒരു ടൈപ്പ് സെൽസിനെ വിളിക്കുന്ന പേരാണ് സെർട്ടോളി സെൽസ് എന്ന് വിളിക്കും. രണ്ടാമത്തെ ടൈപ്പ് സെൽസിനെ വിളിക്കുന്ന പേരാണ് സ്പെർമാറ്റോഗോണിയൽ സെൽസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് മെയിൽ ജേം സെൽസ്. ഈ പേര് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്നർ ടു ദി സെമിനിഫറസ് ട്യൂബ്യൂൾസ് there is 2 type of cells. One is Sertoli cells, one is spermatogonial cells. ഈ സ്പെർമാറ്റോഗോണിയൽ സെൽസിന് മിയോസിസ് നടന്നിട്ടാണ് അവിടെ മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, സ്പെർമാറ്റോഗോണിയൽ സെൽസ് undergo meiotic division to form male gamete sperm. മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഡിപ്ലോയിഡ് സെൽസ് ആണ്. ഈ ഡിപ്ലോയിഡ് സെൽസിന് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള മെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്ന സെല്ലാണ് ആര്? സ്പെർമാറ്റോഗോണിയൽ സെൽസ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്യാമീൻസ് ഒക്കെ എവിടെ വന്ന് എംബഡഡ് ചെയ്യും? ഈ സെർട്ടോളി സെൽസിൽ വന്ന് എംബഡഡ് ചെയ്യും. ദി സെർട്ടോളി സെൽ ഈസ് ദി നേഴ്സ് സെൽ എന്നാ പറയാം. എന്താ നേഴ്സ് സെൽ എന്ന് പറഞ്ഞാൽ? നറിഷിംഗ് സെല്ലാണ്. ഈ ഡെവലപ്പിംഗ് സ്പോംസിനും അതേപോലെ തന്നെ ഈ
സ്പെർമാറ്റഗോണിയൽ സെൽസിനും ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സെല്ലാണ് ആര്? സെർട്ടോളി സെൽസ്. അപ്പോൾ ഉള്ളിലെ കാര്യം മനസ്സിലായല്ലോ. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെയും അകത്ത് രണ്ട് തരത്തിലുള്ള സെൽസ്, സ്പെർമാറ്റഗോണിയൽ സെൽസ് അഥവാ male germ cells that undergo meiotic division to form male gamete sperms. രണ്ടാമത് സെർട്ടോളി സെൽസ് ആണ്. ദി സെർട്ടോളി സെൽസ് ആർ nerve cells which provides nourishment to the developing sperms and germ cells. ഇനി ഇവിടെ ഒരാളും കൂടി പഠിക്കാനുണ്ട്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളും കൂടി ഇവിടെ ഉണ്ട്. ഇതാ ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ ഒരു സെല്ലുണ്ട്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ സെൽസ് ഉണ്ട്. അതേപോലെ അതർ ഇമ്മ്യൂണോ കോമ്പിറ്റന്റ് ആയിട്ടുള്ള മറ്റു വസ്തുക്കളൊക്കെ, ഇമ്മ്യൂണോളജിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മറ്റു വസ്തുക്കളൊക്കെ ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണപ്പെടുന്നുണ്ട്. ആ സെൽസിനെ വിളിക്കുന്ന പേരാണ്, ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണപ്പെടുന്ന സെൽസ് ആയതുകൊണ്ട് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഏത് പേരിലും വിളിക്കാറുണ്ട്? ലെഡിക് സെൽസ് എന്നും വിളിക്കാറുണ്ട്. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലെഡിക് സെൽസ്. ഈ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ആണ് മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ആര്? ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതും വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ മൂന്ന് സെല്ലിന്റെ ഫംഗ്ഷനും മാറി 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 ബോർഡ് എക്സാം ആയിക്കോട്ടെ, എൻട്രൻസ് എക്സാം ആയിക്കോട്ടെ, എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണപ്പെടുന്ന സെൽസ് ആണ് ലെഡിക് സെൽസ്. ഓക്കെ, അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് വിളിക്കാം. അതാണ് മെയിൽ സെക്സ് ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ്രോജൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഹോർമോണിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഹോർമോൺ ആര് തന്നെയാണ്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഇതാണ് നമ്മുടെ ടെസ്റ്റിസിന്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓവൽ ഷേപ്പ് ആണെന്ന് പറഞ്ഞു, ഒരു പെയർ ഉണ്ടെന്ന് പറഞ്ഞു, ലൊക്കേഷൻ ആണ്, ലെങ്ത്തും വിഡ്ത്തും തിക്നെസ്സും നമ്മൾ പറഞ്ഞു. ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കിയപ്പോൾ ഓരോ ടെസ്റ്റിസിനെയും ഇതേപോലെ 250ഓളം കമ്പാർട്ട്മെന്റ്സ് ആക്കി, ടെസ്റ്റിക്കുലർ ലൊബ്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലൊബ്യൂൾസിന്റെ അകത്ത് 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ട്. ദാറ്റ് ഈസ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ടെസ്റ്റിസ്. ആൻഡ് each seminiferous tubules contains 2 type of cells in the inside, Sertoli cells and spermatogonial cell. Outside ആരുണ്ട്? ലെഡിക് സെൽസ് ഉണ്ട്. ഓരോന്നിന്റെയും ഫംഗ്ഷൻ, ലെഡിക് സെൽസ് മെയിൽ സെക്സ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്പെർമാറ്റഗോണിയൽ സെൽസ് മിയോട്ടിക് ഡിവിഷനിലൂടെ സ്പേംസിനെ ഫോം ചെയ്യുന്നു. ദെൻ സെർട്ടോളി സെൽസ് നറിഷിംഗ് സെൽസ് ആണ്, ന്യൂട്രീഷൻ കൊടുക്കുന്നു. ഇത്രയാണ് ടെസ്റ്റിസിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ ഇത്രയാണ്. ഇറ്റ് ഈസ് ദി പ്രൈമറി സെക്സ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, ഇനി ആക്സസറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലേക്ക് വരികയാണ്. ആക്സസറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലേക്ക് വരികയാണ്. ആക്സസറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്സസറി റീപ്രൊഡക്റ്റീവ് ഡക്റ്റ് ആണ്. ആക്സസറി റീപ്രൊഡക്റ്റീവ് ഡക്റ്റ് ആണ്. ഇപ്പൊ ഡക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ട്യൂബ്സ് ആണ്, കാരിയേഴ്സ് ആണ്. അതായത് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ഫോം ചെയ്യുന്ന സ്പേംസിനെ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക്, ഇൻസെമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ് അറിയാലോ അല്ലെ, ഈ സ്പേംസിനെ പുറത്തേക്ക് ഫീമെയിൽ ട്രാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഔട്ട്സൈഡിലേക്ക് ഈ സ്പേംസിന് എന്ത് ചെയ്യണം? ക്യാരി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ട്യൂബുലാർ സിസ്റ്റംസ് ഉണ്ട്. ഒരു ട്യൂബല്ല, ഒരുപാട് ട്യൂബ്സ് കൂടി ചേർന്ന സീരീസ് ഓഫ് ഡക്റ്റുകൾ ഉണ്ട്. ദാറ്റ് സീരീസ് ഓഫ് ഡക്റ്റ് ഈസ് കോൾഡ് റീപ്രൊഡക്റ്റീവ് ഡക്റ്റ് വിച്ച് ക്യാരീസ് സ്പേംസ് ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ ടു ഔട്ട്സൈഡ്. അത് ഒരു ഡക്റ്റ് അല്ല, ഒരു സീരീസ് ഓഫ് ഡക്റ്റ് ഉണ്ട്. കുറെ ഡക്റ്റുകൾ കൂടി ചേർന്ന ഒരു സിസ്റ്റമാണ് ആക്സസറി റീപ്രൊഡക്റ്റീവ് ഡക്ട്സ് എന്ന് പറയുന്നത്. ആക്സസറി റീപ്രൊഡക്റ്റീവ് ഡക്റ്റ് എന്ന് പറയുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് സ്പേംസിനെ പുറത്തേക്ക്, യൂറിത്ര വഴി പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആ സീരീസ് ഓഫ് ഡക്റ്റ് സിസ്റ്റത്തിനെയാണ് ആക്സസറി റീപ്രൊഡക്റ്റീവ് ഡക്റ്റ്. അപ്പൊ അതിലേതൊക്കെയാണ് ഡക്റ്റുകൾ വരുന്നത്, അതിന്റെ ഓർഡർ എങ്ങനെയാണ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ഒരു ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂബുലാർ സിസ്റ്റം ഉണ്ട്. ആ ട്യൂബുലാർ സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് വാസ എഫറൻഷ്യ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? വാസ എഫറൻഷ്യ. സെമിനിഫറസ് ട്യൂബ്യൂൾസ് 4 സ്പേമത്തിന് എവിടേക്കാണ്? വാസ എഫറൻഷ്യയിലേക്കാണ്. ആ വാസ എഫറൻഷ്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ഡക്റ്റ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് റെറ്റേ ടെസ്റ്റിസ് എന്ന് വിളിക്കും. അപ്പൊ ഫസ്റ്റ് ഒരു സെമിനിഫറസ്
ട്യൂബ്യൂളിൽ നിന്ന് എവിടേക്ക് എത്തുക? സ്പേംസ് റെക്ടൈൽ ടെസ്റ്റിസിലേക്കാണ് എത്തുക. ഈ റെക്ടൈൽ ടെസ്റ്റിസിൽ നിന്ന് ഒരു കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്സിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, വാസ എഫറൻഷ്യ എന്ന് പറയും. ഇവിടൊക്കെ വാസ എഫറൻഷ്യ ഉണ്ട്, ഇവിടൊക്കെ വാസ എഫറൻഷ്യ ഉണ്ട്, കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ വാസ എഫറൻഷ്യയാണ് ടെസ്റ്റിസിൽ നിന്ന് സ്പേംസിന് പുറത്തേക്ക് എത്തുന്നത്. ടെസ്റ്റിസിന്റെ ഔട്ട്സൈഡിലേക്ക്, ബോഡിയുടെ ഔട്ട്സൈഡിലേക്കല്ല, ടെസ്റ്റിസിന്റെ ഔട്ട്സൈഡിലേക്ക് സ്പേമിനെ ക്യാരി ചെയ്യുന്ന ആരാണ്? വാസ എഫറൻഷ്യ ആണ്. ഈ വാസ എഫറൻഷ്യയിലേക്ക് സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ കണക്ട് ചെയ്യുന്ന ചെറിയ നെറ്റാണ് റെക്ടൈൽ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് വാസ എഫറൻഷ്യകൾ കൂടി ചേർന്ന് റിലേറ്റീവ്ലി ബ്രോഡർ ആയിട്ടുള്ള, കുറച്ച് വൈഡർ ആയിട്ടുള്ള ഒരു ട്യൂബ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ട്യൂബ് കണ്ടോ, എല്ലാ വാസ എഫറൻഷ്യകളും കൂടി ചേർന്ന് കുറച്ച് ബ്രോഡർ ആയിട്ടുള്ള ഒരു ട്യൂബ് ഫോം ചെയ്യുന്നുണ്ട്. അത് ടെസ്റ്റിസിന്റെ പോസ്റ്റീരിയർ സൈഡ്, ടെസ്റ്റിസിന്റെ ആന്റീരിയർ ആണ്, ഇത് പോസ്റ്റീരിയർ ആണ്. ടെസ്റ്റിസിന്റെ പോസ്റ്റീരിയർലി കാണപ്പെടുന്ന റിലേറ്റീവ്ലി ബ്രോഡർ ആയിട്ടുള്ള ഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് എപ്പിഡിഡൈമിസ് എന്ന് വിളിക്കുക. എപ്പിഡിഡൈമിസ് എന്ന് വിളിക്കുക. ഈ എപ്പിഡൈമിസിന്റെ മറ്റൊരു പ്രത്യേകത, വിച്ച് ടെമ്പററിലി സ്റ്റോർസ് ദി സ്പോർസ്. കുറച്ച് ബ്രോഡർ ആണ്. ഇവിടൊക്കെ നാരോ ഡെക്റ്റ് ആണ്, സ്റ്റോറേജ് സ്പേസ് ഇല്ല. റെക്ടൈൽ ടെസ്റ്റിസ് ആണെങ്കിലും വാസ എഫറൻഷ്യ ആണെങ്കിലൊന്നും സ്റ്റോറേജ് സ്പേസ് ഇല്ല. അത് നേരെ ടെമ്പററി സ്റ്റോർ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? എപ്പിഡിഡൈമിസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ടെമ്പററി ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം ടെസ്റ്റിസിന്റെ അകത്ത് തന്നെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, ടെസ്റ്റിസിന്റെ അല്ല, സ്ക്രോട്ടത്തിന്റെ അകത്ത് തന്നെയാണ് കാണപ്പെടുന്നത്. ടെസ്റ്റിസും സെമിനിഫറസ് ട്യൂബ്യൂൾസ്, റെക്ടൈൽ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈമിസ്, ഇത്രയും ഭാഗം കംപ്ലീറ്റ്ലി വിത്തിൻ ദി സ്ക്രോട്ടം. ഈ 3 ഡക്റ്റുകൾ മനസ്സിലായല്ലോ. സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് സ്പേംസിനെ വാസ എഫറൻഷ്യയിലേക്ക് എത്തിക്കുന്നത് ചെറിയ ഡക്റ്റ് വഴി, റെക്ടൈൽ ടെസ്റ്റിസ് വഴിയാണ്. വാസ എഫറൻഷ്യയാണ് ടെസ്റ്റിസിന് പുറത്തേക്ക് സ്പേംസിനെ ക്യാരി ചെയ്യുന്നത്. അങ്ങനെ വാസ എഫറൻഷ്യകൾ കൂടി ചേർന്ന് റിലേറ്റീവ്ലി ബ്രോഡർ ആയിട്ടുള്ള ഒരു ഡെക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ആ ബ്രോഡർ ഡെക്റ്റിനെ വിളിക്കുന്ന പേരാണ് എപ്പിഡൈമിസ്, which lies posteriorly to the testis and which temporarily stores, അത് ഇമ്പോർട്ടന്റ് ആണ്, temporarily stores the spores. ഓക്കെ അല്ലേ? ഇനിയാണ് നമ്മൾ മറ്റൊരു ഡെക്റ്റ് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ ചെറുതായി കാണിക്കുകയാണ്. ഇത് ടെസ്റ്റിസ്, റെക്ടൈൽ ടെസ്റ്റിസ് മറ്റു കാര്യങ്ങളും വാസ എഫറൻഷ്യയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ എപ്പിഡിഡൈമിസ് ഉണ്ട്, എപ്പിഡിഡൈമിസ് ഇതൊക്കെ സ്ക്രോട്ടത്തിലാണ് കാണുന്നത്. സ്ക്രോട്ടം ഇത്രയും കാര്യം നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു. ഇനി ഇത് സ്ക്രോട്ടത്തിലാണ്, അബ്ഡോമിന്റെ പുറത്താണ്. ഈ അബ്ഡോമിന്റെ പുറത്ത് നിന്ന് ഈ ടെസ്റ്റിസിനെ, ഈ സ്പേംസിനെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് ക്യാരി ചെയ്യുന്ന ഒരു ഡക്റ്റ് ഉണ്ട്. സ്ക്രോട്ടത്തിൽ നിന്ന് ഇൻഗ്യുനൽ കനാൽ വഴി അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് വരുന്ന ആ ഒരു ലോങ് ഡക്റ്റ് ഉണ്ട്. ആ ലോങ് ഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് വാസ് ഡെഫറൻസ് എന്ന് വിളിക്കും. ഇത് ഞാനൊരു വാസ് ഡെഫറൻസ് പറഞ്ഞുള്ളൂ. അടുത്ത ടെസ്റ്റിസിന് എന്തുണ്ടാകും? അടുത്ത വാസ് ഡെഫറൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇതാണ് സ്ക്രോട്ടത്തിൽ നിന്ന് അബ്ഡോമിന്റെ പുറത്ത് നിന്ന് സ്പേംസിനെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് ക്യാരി ചെയ്യുന്ന ആ ലോങ് ഡക്റ്റ്, അസെൻഡിങ് ഡക്റ്റ്. ഓക്കെ, ഈ വാസ് ഡെഫറൻസ് യൂറിനറി ബ്ലാഡർ, ഇത് യൂറിനറി ബ്ലാഡർ അംഗീകരിക്കുക. ഈ യൂറിനറി ബ്ലാഡറിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ലൂപ്പ് ചെയ്യുന്നുണ്ട്. യൂറിനറി ബ്ലാഡർ യൂറിത്രയൊക്കെയാണ് കേട്ടോ. ഓക്കെ, ഈ യൂറിനറി ബ്ലാഡറിന് ചുറ്റും ഒന്ന് ലൂപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ലൂപ്പ് ചെയ്യുന്ന സമയം നമ്മളിനി പഠിക്കാൻ പോകുന്ന ഒരു ഗ്ലാൻഡ് ആണ് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ്. നമ്മൾ പഠിക്കും സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഗ്ലാൻഡ്. ഈ സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഗ്ലാൻഡിൽ നിന്ന് ഒരു ഡക്റ്റ് വരുന്നുണ്ട്. സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ് ആണ്. ആ റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡിൽ നിന്ന് അതിന്റെ സെക്രീഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു ഡക്റ്റ് ഉണ്ട്. ആ ഡക്റ്റ് ആരുമായിട്ട് കൂടിച്ചേരും? വാസ് ഡെഫറൻസുമായിട്ട് കൂടിച്ചേരും. ഇനി ഈ ഡക്റ്റിനെ വിളിക്കുന്ന പേരാണ്, രണ്ടും കൂടി ചേർന്ന് പുറത്തേക്ക് പോകുന്ന ഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് വിളിക്കും. ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് വിളിക്കും. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് പിന്നീട് ഇത് യൂറിത്രയാണ്.
യൂറിൻ പാസ് ചെയ്യുന്ന യൂറിനറി ബ്ലാഡറിന് യൂറിൻ പാസ് ചെയ്യുന്ന യൂറിത്രയാണ്. ആ യൂറിത്രയിലേക്ക് എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും. യൂറിത്രൽ ഓപ്പണിംഗ് വഴി, യൂറിത്രൽ മീറ്റസ് വഴി അതെന്ത് ചെയ്യും? പുറത്തേക്ക് ചെയ്യും. അപ്പോൾ ടെസ്റ്റിസിലെ സെമിനിഫറസ് ട്യൂബ്യൂളിൽ പ്രൊഡ്യൂസ് ചെയ്ത സ്പോംസിനെ റെക്ടൈൽ ടെസ്റ്റിസ്, വാസ് എഫറൻസ്, എപ്പിഡൈമിസ്, വാസ് എഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്, യൂറിത്രൽ മീറ്റസ് വഴി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വിടുന്നു. ഇത്തരത്തിലുള്ള സീരീസ് ഓഫ് ഡക്റ്റുകളെയാണ് ഈ പേരിൽ അറിയപ്പെടുന്നത് ആക്സസറി റീപ്രൊഡക്റ്റീവ് ഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഓർഡർ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂള്, റെക്ടൈൽ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡെഫറൻസ്, സെമിനൽ വെസിക്കിൾ ഡക്ട് സ്വീകരിച്ച് ഇജാക്കുലേറ്ററി ഡക്റ്റ് യൂറിത്രയുമായിട്ട് ഫ്യൂസ് ചെയ്ത് യൂറിത്രൽ മീറ്റസ് വഴി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക്. ടെമ്പററി സ്പോംസിനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഏതാണ്? എപ്പിഡൈമിസ് ആണ്. ടെസ്റ്റിസ് എന്ന് പുറത്തേക്ക് ക്യാരി ചെയ്യുന്ന ഡക്ട് ഏതാണ്? വാസ എഫറൻഷ്യ ആണ്. അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് അസെൻഡ് ചെയ്യുന്ന ഡക്ട് ഏതാണ്? വാസ് ഡെഫറൻസ് ആണ്. എങ്ങനെയാണ് ഇജാക്കുലേറ്ററി ഡക്ട് ഫോം ചെയ്യുന്നത്? ഈ വാസ് ഡെഫറൻസും സെമിനൽ വെസിക്കിൾ ഡക്റ്റും ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇജാക്കുലേറ്ററി ഡക്ട് ഫോം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? വെരി വെരി ഇമ്പോർട്ടന്റ്. ഓർഡർ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഓരോ ഡക്റ്റിന്റെയും സിഗ്നിഫിക്കന്റ് പോയിന്റ്സും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ആക്സസറി റീപ്രൊഡക്റ്റീവ് ഡക്റ്റ് കഴിഞ്ഞാൽ സെക്കൻഡറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ അടുത്തതായിട്ട് വരുന്നത് റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സ് ആണ്. സെക്കൻഡറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സ്. അപ്പൊ ഈ സ്പേംസിനെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പേംസിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് മറ്റും ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സെക്രീഷൻസ് ആവശ്യം. അപ്പൊ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു ഗ്ലാൻഡ്സിനെ വിളിക്കുന്ന പേരാണ് ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സ് എന്ന് വിളിക്കും. ആൻഡ് there are 3 ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സ് ഇൻ ഹ്യൂമൻസ്. ഫസ്റ്റ് വൺ ഈസ് സെമിനൽ വെസിക്കിൾ. ഇറ്റ് ഈസ് എ പെയോഡ് ഗ്ലാൻഡ് ആണ്. യൂറിനറി ഗ്ലാൻഡിന്റെ രണ്ട് സൈഡിലുമായിട്ട് കാണപ്പെടുന്ന പെയോഡ് ഗ്ലാൻഡ് ആണ് സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. ഇറ്റ് ഈസ് എ ലാർജ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഈസ് എ ലാർജ് ഗ്ലാൻഡ് ആൻഡ് ഇറ്റ് ഈസ് സിംഗിൾ. പെയർഡ് അല്ല. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്താണ്? സിംഗിൾ ആണ്. ഓക്കെ, യൂറിത്രയിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് കാണുമ്പോൾ വലിയൊരു ഗ്ലാൻഡ്. ദെൻ മൂന്നാമതൊരു ചെറിയ പെയർഡ് ഗ്ലാൻഡ് ആണ്. കൗപ്പോസ് ഗ്ലാൻഡ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. കൗപ്പോസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. ഇറ്റ് ഈസ് ആൾസോ എ പെയർഡ് ഗ്ലാൻഡ്. അതും തന്നെയാണ് പെയർഡ് ഗ്ലാൻഡ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഇനിയുള്ള സെക്രീഷൻസ് ഓരോന്നല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എല്ലാത്തിന്റെയും സെക്രീഷൻസിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. The secretions of these glands together constitute the seminal plasma. And seminal plasma is rich in calcium rich ആണ്. ഫ്രക്ടോസ് കാണപ്പെടുന്നുണ്ട്. and it also contains certain enzymes. അപ്പൊ കമ്പോസിഷൻ ഓഫ് സെമിനൽ പ്ലാസ്മ ചോദിക്കാന്നുണ്ടെങ്കിൽ കാൽസ്യം, ഫ്രക്ടോസ് ആൻഡ് സർട്ടൈൻ എൻസൈംസ്. പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ്, എൻട്രൻസ് ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. ഓക്കെ, സെമിനൽ പ്ലാസ്മ is enriched in calcium, fructose and contains certain enzymes. And the seminal plasma is concerned with the movement of sperm, nourishment of sperm and reduces the alkalinity of female genital tract. ശ്രദ്ധിക്കുക, acidity of female genital tract. അപ്പോ ഈ സെമിനൽ പ്ലാസ്മ കാൽസ്യം ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, സർട്ടൻ എൻസൈംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അത് സ്പേംസിനെ മൂവ്മെന്റിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. സ്പേമിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട് ഈസ് സ്ലൈറ്റ്ലി അസിഡിക്. ആൻഡ് ദിസ് അസിഡിക് നേച്ചർ മേ ഡിസ്ട്രോയ്സ് ദി സ്പേം. അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ആൽക്കലൈൻ ആണ്, സെമിനൽ പ്ലാസ്മ കുറച്ച് ആൽക്കലൈൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ആസിഡിസിറ്റി ന്യൂട്രലൈസ് ചെയ്ത് സ്പേമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്പേമിന് മൂവ്മെന്റിന് വേണ്ടിയിട്ട്, സ്പേമിന്റെ നറിഷ്മെന്റിന് വേണ്ടിയിട്ട്, സ്പേമിനെ
ആസിഡ് അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ആ ഫ്ലൂയിഡ് ആണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. കാൽസ്യം ഫ്രക്ടോസ് സർട്ടൻ എൻസൈംസും അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ദെൻ ഈ ഗ്ലാൻസിന്റെ എല്ലാ സെക്രീഷൻസിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. ഒരു അഡീഷണൽ കാര്യം കൂടി നോക്കുക. ദിസ് ഗ്ലാൻഡ് ഏത് Cowper's gland secretion acts as lubricants during sexual intercourse. Sexual intercourse സമയത്ത് lubrication, genital organs lubricate ചെയ്യണം. ആ lubricants ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? lubricant സെക്രീറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? Cowper's gland നിന്നാണ്, അഥവാ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് നിന്നാണ്. ഇത്രയാണ് ആക്സറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്സ്. ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിൾ, ഒരു പെയർ സെമിനൽ വെസിക്കിൾ, then a single prostate gland, then a paired Cowper's or bulbourethral gland, and the secretions together called as seminal plasma, and the seminal plasma is enriched in calcium, fructose and certain enzyme that provides nutrition to the sperms, helps in movement of sperms, and also protect the sperms from the attack of female genital tract. Okay, then the secretions of Cowper's gland or bulbourethral gland act as lubricants during sexual intercourse. Clear? Yes. ഇനി ലാസ്റ്റ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് male external genitalia. External genitalia എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്, അതായത് കോപ്പുലേറ്ററി ഓർഗൻ ആണ് മെയിൽ എക്സ്റ്റേണൽ genitalia. In male, the external genital organ is penis. Penis is the external genital organ, and penis is an erectile organ. Insemination വേണ്ടിയിട്ട്. Okay, normally നോൺ ഇറക്റ്റൈൽ സ്റ്റേറ്റിലായിരിക്കും. സെക്ഷൽ ഇന്റർകോഴ്സ് സമയത്ത് അത് ഇറക്റ്റൈൽ പോസ്റ്ററിലേക്ക് വരും, ആൻഡ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ഇൻസെമിനേഷൻ. ആ ട്രാൻസ്ഫർ ഓഫ് ഗ്യാമീറ്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഓർഗനാണ് male external genitalia, penis. It is an erectile organ. It is made up of spongy tissue. Erectile ആയിട്ടുള്ള spongy tissuesനെ കൊണ്ടും, and also contains numerous blood vessels. Spongy tissuesum highly vascular ആയിട്ടുള്ള ഒരു external genital organ ആണ് penis എന്ന് പറയുന്നത്. That facilitate insemination. One end of this penis is enlarged, and that enlarged end is called glans penis. ഒരു ഭാഗം ഈ പെനിസിന്റെ ഒരു എൻഡ് enlarged ആയിരിക്കും. ആ enlarged എൻഡിനെ വിളിക്കുന്ന പേരാണ് glans penis എന്ന് വിളിക്കും. And this glans penis is covered by a loose fold of skin, and that loose fold of skin is called foreskin എന്ന് വിളിക്കും, അല്ലെങ്കിൽ prepuce എന്ന് വിളിക്കും. prepuce. പെനിസിന്റെ ഒരു ഭാഗം enlarged ആയ സെൻസറി പാർട്ടാണ്, that is glans penis എന്ന് വിളിക്കും. ഈ glans penisനെ കവർ ചെയ്തുകൊണ്ട് ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കാണപ്പെടുന്നുണ്ട്. ആ ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നെ വിളിക്കുന്ന പേരാണ് ഫോർസ്കിൻ അഥവാ prepuce എന്ന് വിളിക്കും. ഇനി ചില റിലീജിയസ് ജൂയിഷ് അതുപോലെ ഇസ്ലാം റിലീജിയനിലൊക്കെ ഈ prepuce എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നുണ്ട്. ഇനി പല ഇൻഫെക്ഷൻ സമയത്തും ഇതെന്ത് ചെയ്യാറുണ്ട്? കട്ട് ചെയ്ത് ഒഴിവാക്കാറുണ്ട് ഈ ഫോർസ്കിൻ. ആൻഡ് ദാറ്റ് റിമൂവൽ ഓഫ് ഫോർസ്കിൻ ഈസ് കോൾഡ് സർക്കംസിഷൻ എന്ന് വിളിക്കുന്നത്. സർക്കംസിഷൻ എന്ന് വിളിക്കുന്നത്. റിമൂവൽ ഓഫ് ദിസ് ഫോർസ്കിൻ ഈസ് കോൾഡ് സർക്കംസിഷൻ. ഓക്കെ അല്ലേ? ഇത്രയുമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ടെസ്റ്റിസ്, ആക്സറി ടെക്സ്, ആക്സറി ഗ്ലാൻസ്, then male external genital penis. It is an erectile organ that facilitates insemination, and that is made up of spongy tissues and blood vessels. Numerous blood vessels in the enlarged end of this penis is called the glans penis, and it's covered by a loose fold of skin called the foreskin.
In certain cases, this foreskin is surgically removed, and that process is called circumcision. Circumcision എന്നാണ് ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നത്.